പലതരത്തിലുള്ള അബ്യൂസ് ബിഹേവിയറിൽ നിന്നും നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട്. പക്ഷേ ഇതൊന്നും പഠിക്കാതെ വളർന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ചെറുതിലെ തന്നെ ഇമോഷണൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ഒക്കെ അനുഭവിച്ച ഏതെങ്കിലും കുട്ടികളുണ്ടാവും. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഒരാൾ അവരുടെ ബൗണ്ടറി വയലേഷൻ, അതിപ്പോൾ ശാരീരികമായ ബൗണ്ടറി വയലേഷൻ മാത്രമായിരിക്കില്ല, വേറെ ഏത് രീതിയിലുള്ള ബൗണ്ടറി വയലേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ ദേഷ്യപ്പെടാനും ഒച്ചയെടുക്കാനും ഒക്കെ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് സോഷ്യൽ മീഡിയയിൽ ഇടാനോ ഒന്നും ഒരു ലോജിക്കായിട്ടല്ല ഞാനീ പറയുന്നത്. എന്നിരുന്നാൽ തന്നെ അവർക്ക് അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ വിക്റ്റിമായിട്ടുള്ള ഒരാൾക്ക് മറ്റുള്ളവരുമായിട്ട് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനോ എങ്ങനെ അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും അറിയാതെ വളർന്നു വരുന്നവരായിരിക്കും അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തങ്ങളെ അബ്യൂസ് ചെയ്ത കാറ്റഗറിയിൽ വരുന്ന ജെൻഡറിനോടൊരു പ്രത്യേക ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ നിന്ന് വരുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. പറഞ്ഞ ഡയഗ്നോസ് ചെയ്യുന്നത് ഞാൻ UG ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നപ്പോഴാണ്. മേ ബി എനിക്ക് അതിന് മുന്നേ ഉണ്ടാവാം. എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് എൻ്റെ ഡിപ്രഷൻ്റെ കാര്യം. അങ്ങനെയുള്ളവർ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം. മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു അബ്യൂസ് നേരിടും. അതായത് ഇത് ശാരീരിക ബലത്തിൻ്റെ ഒന്നും ആസ്പെക്റ്റ് അല്ല കേട്ടോ. ജിമ്മിലൊക്കെ പോയി ഒരുപാട് എന്താ പറയുക ശക്തിയും ബലവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ട്രെയിനിൽ അബ്യൂസ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഒരാൾ കയറി തുടയിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ബാക്കിൽ അടിക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ജെൻഡർ തിരിച്ച് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അങ്ങനെയുള്ളവർ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം. മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ